ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്നത്തെ നമ്മുടെ റെസിപ്പി ഒരു റമദാൻ റെസിപ്പിയാണ്. വളരെ ടേസ്റ്റിയായി അതുപോലെ തന്നെ നമുക്ക് എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റിയ ഒരു ചിക്കൻ മസാല സാൻഡ്വിച്ചാണ് ഇന്ന് നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത്. അപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോകാം. ഞാനിവിടെ എടുത്തിരിക്കുന്നത് എല്ലില്ലാത്ത ചിക്കൻ പീസുകളാണ്. കൊച്ചു കൊച്ചു പീസാക്കിയാണ് എടുത്തിരിക്കുന്നത്. ഇനി നമുക്കിതിലേക്കുള്ള മസാലകളൊക്കെ ചേർത്ത് കൊടുക്കാം. 1/2 സ്പൂൺ മഞ്ഞൾപ്പൊടി, 1 സ്പൂൺ മുളക് പൊടി, 1/2 സ്പൂൺ കുരുമുളക് പൊടി, 1/2 സ്പൂൺ ഗരം മസാല, ആവശ്യത്തിനുള്ള ഉപ്പ്. ഇതെല്ലാം കൂടി ചേർത്ത് നമുക്കിത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. ഈ മസാലകളെല്ലാം ചിക്കനിൽ നന്നായിട്ടൊന്ന് പിടിച്ച് വരുന്നതുവരെ നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ഇതാ ചിക്കനൊക്കെ ഇവിടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. അപ്പോൾ ഫ്രൈ ചെയ്യാൻ നമുക്കൊരു ചട്ടി വെച്ച് അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ എണ്ണ ഒന്ന് ചൂടായി വന്നതിന് ശേഷം നമ്മൾ മസാല പുരട്ടി വെച്ചിരിക്കുന്ന ചിക്കൻ നമുക്കതിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ ചിക്കൻ പീസെല്ലാം നമ്മളത് അതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഒരു വശം ഒന്ന് ഫ്രൈ ആയി വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്കൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം. നമ്മൾ ചിക്കൻ നന്നായിട്ടങ്ങ് മൂപ്പിച്ച് കോരുന്നില്ല, ചെറുതായിട്ടൊന്ന് മൂപ്പിക്കുന്നതേ ഉള്ളൂ. അപ്പോൾ ആ ചിക്കനൊക്കെ ഏകദേശം ഒന്ന് മൂത്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്കൊന്ന് കോരിയെടുത്ത് മാറ്റി കൊടുക്കാം. അപ്പോൾ നമ്മൾ ചിക്കൻ ഫ്രൈ ചെയ്ത എണ്ണയിലോട്ട് തന്നെ ഒരു സവാള ചെറുതായി കട്ട് ചെയ്തതാണ്, കുഞ്ഞു കുഞ്ഞായിട്ട് കട്ട് ചെയ്ത സവാളയാണ് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത്. അതോട് ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം. അപ്പോൾ നമ്മൾ സാൻഡ്വിച്ചിന് വേണ്ടി ഫില്ലിംഗ് ആണ് ഇപ്പോൾ തയ്യാറാക്കുന്നത്. ഇനി അതിലേക്ക് വേണ്ടത് ഇഞ്ചിയും വെളുത്തുള്ളിയുമാണ്. അത് നമ്മൾ ചെറുതായിട്ട് അരിഞ്ഞത് തന്നെയാണ് ഇട്ട് കൊടുക്കുന്നത്. ഇനി നമുക്കിതിലേക്ക് 2 പച്ചമുളക് കൂടെ ചേർത്ത് കൊടുക്കാം. എരിക്ക് ആവശ്യത്തിനുള്ള പച്ചമുളക് ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ 2 പച്ചമുളക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് മസാലയ്ക്ക് ആവശ്യമായ ഉപ്പും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കണം. എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഇനി നമുക്കിതിൽ വേണ്ടിയിട്ടുള്ള മസാലകൾ ചേർത്ത് കൊടുക്കാം. 1/2 സ്പൂൺ കുരുമുളക് പൊടിയും അതുപോലെ തന്നെ 1/2 സ്പൂൺ ഗരം മസാലയും, ഒരു 1/4 സ്പൂൺ മുളക് പൊടിയാണ് ചേർത്ത് കൊടുത്തത്. അതുപോലെ തന്നെ ഒരു 1/4 സ്പൂൺ മഞ്ഞൾപ്പൊടിയും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ടിത് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഈ മസാലയുടെയൊക്കെ ഒരു പച്ച മണം മാറി വരുന്നവരെ നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യണം. ഇനി നമുക്ക് ഇതിലേക്ക് വേവിച്ച് വെച്ചിരിക്കുന്ന ചിക്കൻ ഞാനൊന്ന് പൊടിച്ചെടുത്തിട്ടുണ്ട്. ആ പൊടിച്ചെടുത്തതും കൂടെ നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. നമ്മുടെ മിക്സിയുടെ ജാറിട്ട് ഒന്ന് ക്രഷ് ചെയ്തെടുത്തതാണ്. അതും കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതും കൂടെ ചേർത്ത് നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. അപ്പോൾ നന്നായിട്ട് ഇളക്കി കൊടുത്തിട്ടുണ്ട്. അപ്പം നമ്മുടെ സാൻഡ്വിച്ചിന് വേണ്ടിയുള്ള ഫില്ലിംഗ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ടത് ബ്രെഡാണ്. ബ്രെഡ് നമ്മളിവിടെ എടുത്ത് വെച്ചിട്ടുണ്ട്. നമുക്കിത് സാൻഡ്വിച്ച് സെറ്റ് ചെയ്യുന്നത് എങ്ങനെ നോക്കാം. ഒരു ബ്രെഡ് വെച്ച ശേഷം അതിലേക്ക് നമ്മളിതാ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ഫില്ലിങ് നമുക്കതിലേക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഇതിൻ്റെ മുകളിൽ മറ്റൊരു ബ്രെഡ് വെച്ച് കൊടുക്കണം. ഇതുപോലെ തന്നെ നമുക്ക് ബാക്കിയുള്ളതെല്ലാം ഒന്ന് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മൾ ബാക്കിയുള്ളതും കൂടെ ഒന്ന് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ബ്രെഡ് ഒന്ന് 2 സൈഡും ഒന്ന് മൂപ്പിച്ചെടുക്കണം. ഒരു പാൻ വെച്ച് കൊടുത്തതിന് ശേഷം അതിലേക്ക് നമുക്ക് അല്പം നെയ്യ് ഇട്ട് കൊടുക്കാം. നെയ്യ് ഒന്ന് ചൂടായി വരുമ്പോൾ നമ്മൾ ഫില്ല് ചെയ്ത് വെച്ചിരിക്കുന്ന ബ്രെഡ് നമുക്ക് ഇതിലേക്ക് വെച്ച് കൊടുക്കണം. ഇതിൻ്റെ 2 സൈഡ് നന്നായിട്ടൊന്ന് മൊരിച്ച് നമുക്കെടുക്കാം. അപ്പോൾ ഒരു സൈഡ് ഒന്ന് മൊരിഞ്ഞ് വന്നിട്ട് നമുക്കൊന്ന് തിരിച്ച് വെച്ചെടുക്കാം. ഇതുപോലെ തന്നെ നമുക്ക് ബാക്കിയുള്ള എല്ലാ ബ്രെഡും ഒന്ന് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മുടെ വളരെ ടേസ്റ്റി ആയിട്ടുള്ള ചിക്കൻ മസാല സാൻഡ്വിച്ച് ഇവിടെ തയ്യാറായിട്ടുണ്ട്. വളരെ ടേസ്റ്റി ആയിട്ടുള്ള സാൻഡ്വിച്ച് റെസിപ്പിയാണ്. ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. അതുപോലെ തന്നെ ഫീഡ്ബാക്ക് അറിയിക്കാനും മറക്കല്ലേ. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും അതുപോലെ തന്നെ ഷെയർ ചെയ്യാനും മറക്കല്ലേ. ഇതുപോലുള്ള ഈസി റെസിപ്പിയുമായിട്ട് ഇനിയും കാണുന്നവരെ ബൈ.